ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചുളയെടുത്തിട്ട് ഞാനൊരു ചക്ക അവിയൽ പോലെ ആക്കിയാലോ എന്ന് കരുതി കേട്ടോ. ഒരു 10-12 ചുളയെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പറയുമ്പോൾ ചക്ക അവിയൽ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാരണ ചക്ക വെക്കുന്ന പോലെ തന്നെ, പക്ഷേ നമ്മൾ സാധാ ചക്ക വെക്കുന്ന പോലെ അങ്ങനെ വെക്കുന്നില്ല എന്ന് മാത്രം. ഒന്ന് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിടുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു ഗ്ലാസ് വെള്ളം മുഴുവൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നാൽ എല്ലാ ഭാഗവും നമുക്ക് വെന്ത് കിട്ടും. ചക്ക എല്ലാ ഭാഗവും വേവണ്ട, അല്ലാണ്ട് മോൾ ഭാഗം അങ്ങ് വേവാതെ പോലെ ഉണ്ടാവും. നമുക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ അവനവന് ഇഷ്ടത്തിന് അനുസരിച്ചെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചക്കയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച തേങ്ങ ചെറിയുള്ളി ഇതൊക്കെയല്ലേ, അത് നമ്മൾ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് ഇതേപോലെ അങ്ങ് ആവി കയറട്ടെ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ കുക്കറിലാണെങ്കിൽ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിലാണ് ഞാൻ കൊടുക്കൽ കേട്ടോ. അതൊക്കെ നമ്മളെ ചക്കയുടെ വേവിനനുസരിച്ച് വെക്കും. അപ്പോൾ 3 വിസിൽ വന്നിട്ട് ഇതേപോലെ ഉടച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ കുക്കറിൽ ചക്ക വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചക്കയുടെ മേലെ തന്നെ നമ്മൾ അരപ്പും ചേർത്തിട്ട് വെള്ളം ചേർത്ത് 3 വിസിൽ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ഉരുളിയിലായതുകൊണ്ട് കുറച്ച് സമയം എടുത്തു വന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഓതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് ഉടഞ്ഞ ആ ഒരു പരുവത്തിലല്ല കേട്ടോ. ഇത് അവിയലായതുകൊണ്ട് ഇത് ഈ ഒരു തോരൻ പരുവത്തിലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമുക്ക് ചക്കയുടെ കൂടെയൊക്കെ കഴിക്കാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കടുവും കറിവേപ്പിലയും വറുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ കുറച്ച് കടുവും കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞാൻ ചക്ക അവിയലിനോണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് തോരനൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു 5-10 ചുള കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് തീർന്നു പോയിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ രാത്രി വീണ്ടും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.